ഇവാസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കേരള സ്റ്റൈൽ സ്പൈസി മിക്സ്ചർ എങ്ങനെ വളരെ ടേസ്റ്റി ആൻഡ് ക്രിസ്പിയായി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: കടലമാവ്, കപ്പലണ്ടി, കടലപ്പരിപ്പ്, വെളുത്തുള്ളി, വറ്റൽമുളക്, മുളക് പൊടി, വെജിറ്റബിൾ ഓയിൽ, ഉപ്പ്, കായപ്പൊടി. ഇത്രയുമാണ് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഞാനിവിടെ 250 ഗ്രാമാണ് കടലമാവ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ബേക്കിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അല്ലാതെ തന്നെ മെഷർമെൻറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. മുളക് പൊടി ആഡ് ചെയ്യാം. കായപ്പൊടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വീണ്ടും അത് ഇളക്കണം. ഒന്നിച്ച് വെള്ളം ഒഴിക്കരുത്. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇടിയപ്പത്തിൻ്റെ പരുവത്തിൽ നല്ല ഫൈനായിട്ട് കുഴച്ചെടുത്ത് വെക്കണം. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഗാർലിക് ഇടാം. ഈ ഗാർലിക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്യാം. വറ്റൽമുളക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആകും. അതുകൊണ്ട് നമ്മൾ അത് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അത് കോരി മാറ്റണം. അപ്പോൾ നമ്മുടെ വറ്റൽമുളക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഒരു അരിപ്പയിലേക്ക് കോരി മാറ്റാം. ഇനി ഗാർലിക്ക് നല്ല റെഡ് കളർ ആകുന്നിടം വരെ നമ്മളത് ഫ്രൈ ചെയ്യണം. ഇപ്പോൾ അതും റെഡിയായി. അതും നമുക്ക് കോരി മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കപ്പലണ്ടി ആഡ് ചെയ്യാം. നമ്മുടെ കപ്പലണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ദാണ്ട നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് കോരി മാറ്റിയെടുക്കാം. എന്നിട്ട് കടലപ്പരിപ്പ് ആഡ് ചെയ്യണം. കടലപ്പരിപ്പിന് അധികം മൂപ്പില്ല. അതുകൊണ്ട് അത് ഇട്ട ഉടനെ തന്നെ നമ്മളത് കോരി മാറ്റിയെടുക്കണം. ഇനി കറി ലീഫ് ആഡ് ചെയ്യാം. അതിൻ്റെ വെള്ളം മൊത്തം പോകണം കറി ലീഫിൻ്റെ. അതും ഇളക്കി നമുക്ക് അതും കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് ദാണ്ട് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് നമ്മുടെ മാവ് നിറച്ച് കൊടുക്കാം. അത് ഫുള്ള് ഫില്ലാക്കിയിട്ട് നമുക്കിതിലേക്ക് എണ്ണയിലേക്ക് ഇറ്റിച്ച് കൊടുക്കാം. നല്ല റൗണ്ടായിട്ട് തന്നെ ഇറ്റിച്ച് കൊടുക്കണം. ഒരു 3 ലെയർ മതി. അപ്പോൾ തന്നെ നമ്മളത് കട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അധികം വേവത്തില്ല. അടുത്തതായിട്ട് നമ്മൾ ഇറ്റിച്ച് കൊടുക്കുകയാണ്. 3 ലെയർ ആയപ്പോൾ നമ്മൾ വീണ്ടും അത് കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു വശം റെഡിയായി മറിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ നമ്മുടെ എല്ലാം നമ്മളിതാ കോരി മാറ്റി നല്ലതായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു പേപ്പറിൽ നമ്മൾ ഇട്ട് വെച്ചാൽ അതിൻ്റെ എണ്ണ മൊത്തം പോകും. ഇനി നമുക്ക് ദാണ്ട കപ്പലണ്ടിയും നമ്മുടെ വറ്റൽമുളകും ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ബൂന്തി ഉണ്ടാക്കാം. അതിന് വേണ്ട 4 സ്പൂൺ കടലമാവ് സെപ്പറേറ്റ് നമ്മളൊരു പാത്രത്തിലെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കണം. ഇതൊരു ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്ക് ലൂസായിട്ട് കുഴച്ചെടുക്കണം. നിങ്ങളിതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ. ഇത് നമുക്ക് ബുന്തി ഉണ്ടാക്കാനാണ്. ഇത് നമ്മൾ ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് എണ്ണ നല്ല ചൂടായ എണ്ണയിലോട്ട് വേണം നമ്മളിത് ഒഴിക്കേണ്ടുന്നത്. നമുക്ക് ബൂന്തി ഉണ്ടാക്കാം. ഇപ്പം നമ്മുടെ ബൂന്തി റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് കോരി മാറ്റാം. നമ്മൾക്ക് ഇതെല്ലാം നേരത്തെ വെച്ചിരിക്കുന്ന അതിലേക്ക് ഇട്ടിട്ട് നമ്മുടെ വറ്റൽമുളക് നന്നായിട്ടെല്ലാം നുറുക്കിയിടണം. ഇനി നമ്മളിതൊരു പാത്രത്തിൽ ടിഷ്യൂ വെച്ചിട്ട് അതിലേക്കിത് കോരി മാറ്റണം. ആ എണ്ണയെല്ലാം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ടിഷ്യൂവിൽ അത് കുറച്ച് നേരം വെക്കുമ്പോൾ അതിൻ്റെ ഓയിലെല്ലാം അങ്ങ് നല്ലതായിട്ട് അബ്സോർബ് ചെയ്യും.
ഇനി നമ്മൾ ടിഷ്യൂ പേപ്പർ മാറ്റിയിട്ട് ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. അവരവരുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. കായപ്പൊടി ആഡ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് നല്ല ഫൈനായിട്ട് ഇളക്കണം. ഇനി നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന മിക്സ്ചർ ഇതിനകത്തേക്ക് നമ്മൾ ചെറുതായിട്ട് പൊടിച്ചിട്ട് കൊടുക്കും. നമ്മൾ 2 കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ അടിപൊളി കേരള മിക്സ്ചർ ഇവിടെ, സ്പൈസി മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി ഡിഷുമായിട്ട് വരുന്നതിന് വരെ സ്റ്റേ ട്യൂൺ. ബൈ.